അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുഞ്ഞിക്കതിയുടെ വീട്ടിലേക്ക് അതാ ഹസീനയെ തേടി പോലീസുകാർ പുറപ്പെടുകയാണ്. അവളെ കസ്റ്റഡിയിലെടുക്കണം. അവളെ പറഞ്ഞ സമയത്ത് എത്തിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നു. എന്താന്നാവോ അല്ലേ സാറേ, കുഞ്ഞിക്കതിയ ടൈമിന് എത്തിയിട്ടുണ്ട്. ഒരു ദിവസം വൈകിയാലും നമ്മൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുമ്പോൾ ആൾക്കാർ കാണുന്നുള്ള പേടിയായിരിക്കും. അതുകൊണ്ടാണ്, മറ്റൊന്നുമല്ല. ആയിക്കോട്ടെ, എന്തൊക്കെ തന്നെയായാലും നടക്കട്ടെ. ഷഹർബാൻ ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം മൾട്ടി പ്രോസസ്സുള്ള കേസുകൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു സ്ത്രീക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമല്ല, അതിനിടയിൽ ചെയ്ത പണി കേട്ടോ. അത് താൻ നിരപരാധിയാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അതാ മകൾ എഴുതുന്ന പോലെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അങ്ങനെയും എന്താലേ. പഠിച്ച വളവത്തികൾ തന്നെയാണ്. അവർക്കൊരു ഭർത്താവുണ്ടല്ലോ, ഒരു സാധു മനുഷ്യൻ, അദ്ദേഹത്തേക്ക് അടിച്ചിറക്കിയതാണെന്നൊക്കെ പറയുന്നത് കേട്ടത്. കാരണം അവരെന്ന് വെച്ചാലേ അത്യാവശ്യം തണ്ടും തടിയുള്ളൊരു സ്ത്രീ. ആ സ്ത്രീയുമായൊക്കെ സാധു മനുഷ്യൻ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിലേ കുറച്ചധികം ആരോഗ്യം വേണം. കാര്യം എന്താ അവരുടെയൊക്കെ ഒരു ഉഷാറ്. എന്ത് തെറ്റ് ചെയ്തിട്ടും ഒരു ഭയമില്ല. പറയുമ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കഴിയുന്നത്, എന്നിട്ട് പോലും അതിൻ്റെ ഒരു ലാഞ്ചന അവരുടെ മുഖത്തില്ല. ഇങ്ങനെയും ഉണ്ടാവുമല്ലോ ചില ആളുകൾ. ഹസീന അവൾ ആന കള്ളത്തിയാണ്. എനിക്ക് തോന്നുന്നു ഉമ്മയേക്കാൾ ഒന്നുകൂടെ ബെസ്റ്റ് അവളായിരിക്കുന്നു. അവൾ ഒന്നുകൂടെ ഇതിനു വേണ്ടി എന്തായാലും ഒരുപാട് കാര്യങ്ങൾ തെളിയാൻ. അവരുടെ ആഡംബര ജീവിതത്തിന് പിന്നിൽ എന്താണ്, എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? ശരിക്കും ആ പെണ്ണിനെ ഒന്ന് മര്യാദക്കൊന്ന് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഒരു തെളിവും നമുക്ക് കിട്ടാത്ത രീതിയിലാണ് സൗദി ആ രീതിയിലാക്കി തീർത്തത്. അതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ എന്താണ് എനിക്കറിയുന്നില്ല. എന്തായാലും ഹസീനയെ പിടിച്ച് ചോദ്യം ചെയ്താൽ എല്ലാം തെളിയുമായിരിക്കും. അങ്ങനെ ഷഹർബാൻ പോലീസും നജീബും അവരുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നു. എന്താന്നോ ഇവരൊക്കെ ഇങ്ങനത്തെ ഒരു കെട്ട് കുടുങ്ങിയൊരു കേസ് ഞാൻ കണ്ടിട്ടില്ലേ. എന്താ ഇതിലെ പെണ്ണുങ്ങളാണല്ലോ, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ തന്നെ ഭയക്കണം. എന്നാൽ ഷഹർബാനോട് പറഞ്ഞു, നീയൊക്കെ പെണ്ണല്ലേ ജാതി, നിങ്ങളുടെ വർഗം വല്ലാത്ത വർഗമാണ്. സത്യം പറയാലോ സർ, ഞാനൊരു കാര്യം പറയാം. കാര്യമായിട്ടും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുന്നത് കാര്യമായിട്ട് ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഒക്കെ തന്നെയാണ്. ഇത്രയും ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. അല്ലാതെ ഒരിക്കൽ പോലും എനിക്കറിയാം. ഇപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ധൈര്യമായല്ലോ, പഴയ പോലെ അല്ലല്ലോ. പല സ്ത്രീകളും പലതും ചെയ്യുന്നുണ്ട്. അത് വെട്ടിനുറുക്കി ജ്യൂസ് അടിച്ച് ഒഴുക്കി കളഞ്ഞതും ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതും അങ്ങനെ പലവിധം അതൊക്കെ ചെയ്തത് പെണ്ണുങ്ങൾ തന്നെയാണ്. സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റില്ല. പുരുഷന്മാരെ ഇല്ല എന്നല്ല, പക്ഷെ കൂടുതലായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതെല്ലാം സ്ത്രീകളാണല്ലോ. എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോഴേ ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് എനിക്ക് അറിയുന്നില്ല. അവർ രണ്ടുപേരും വാഹനം ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താനായി തുടങ്ങി അല്ലേ. ഇപ്പോൾ 2-3 പ്രാവശ്യം എങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ വഴിയൊക്കെ എളുപ്പമായി. അങ്ങനെ അവർ കുഞ്ഞിക്കതിയുടെ വീടിന് മുമ്പിലെത്തുന്നു. പാതിചാരിയ ആ ഒരു ഗേറ്റ്, അല്ലെങ്കിൽ എപ്പോഴും പൂട്ടിയിടലാണല്ലോ, ഇത് പാതിചാരിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഗേറ്റ് തുറന്ന് വാഹനം അകത്തേക്ക് പ്രവേശിക്കുന്നു. വിശാലമായ ആ മുറ്റം കണ്ട് ശരിക്കും നജീബ് സാർ തന്നെ അത്ഭുതപ്പെട്ടു. ഇത്രയധികം എങ്ങനെ ഇവരൊക്കെ ഉണ്ടാക്കി? അതാണ് 2 സ്ത്രീകളും മാത്രം, ഒരു ജോലിയുമില്ല, ഒരു കൂലിയുമില്ല. പിന്നെ ഇത്രയധികം ആസ്തി ഇവർക്ക് എങ്ങനെ? കോടികളുടെ വരുമാനമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. അത്രക്കും ആഡംബരമായ വീട്, ആഡംബരമായ മുറ്റം, വാഹനം എല്ലാം കൂടി നോക്കുമ്പോഴേ ശരിക്കും അതെ സർ, അതൊന്നും ഇപ്പോൾ ആലോചിച്ച് നിൽക്കേണ്ട. ഇതൊക്കെ ഒരു പക്ഷേ അനധികൃതമായി ഉണ്ടാക്കിയതാണെങ്കിലോ ഒന്നും പറയാൻ കൊള്ളത്തില്ല. അങ്ങനെ അവർ ആ വീടിൻ്റെ കോളിംഗ് ബെൽ അമർത്തുന്നു. ഒന്നുകൂടി അടിക്കു സാറേ, എന്നാലേ ചിലപ്പം കിടന്നുറങ്ങായിരിക്കും. വീണ്ടും ഒന്നുകൂടി ബെല്ലടിച്ചു, പക്ഷെ വന്നില്ല. അതെ, ഉറക്കത്തിൽപ്പെട്ടതായിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. ഒന്നുകൂടി അടിക്കേ. ഇവിടെ ഇല്ലല്ലോ. എന്നാൽ അവർ അടുക്കള ഭാഗത്തു കൂടി പോയി. അപ്പോൾ അടുക്കള ഭാഗം പൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗം അകത്ത് നിന്ന് കുറ്റിയിട്ട നിലയിലാണ്. സർ, എങ്ങനെ അകത്ത് കിടക്കും?
ചാവിയുമായി അവൾ മുങ്ങിയോ അതോ ചാവില്ലാത്ത പ്രശ്നമൊന്നുമില്ല, ഏത് പൂട്ടിവിടെ തകർക്കാനുള്ള ചാവി നമ്മളെ കയ്യിലുണ്ട്. ആഹാ, അത്രക്കായോ? അങ്ങനെ അതാ സാർ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള എന്തോ വെച്ച് അത് ഓപ്പൺ ചെയ്തു. വളരെയധികം പെട്ടെന്ന് തന്നെ അത് തുറക്കുകയും ചെയ്തു. സർ, നമുക്ക് അകത്ത് കയറി നോക്കാം. അങ്ങനെ ഇതാ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. കിച്ചൺ വഴി ബെഡ്റൂമുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു, പക്ഷെ പൂട്ടിയിട്ടൊന്നുമില്ല. ഇവിടെ ആരുമില്ലല്ലോ സർ, ഇത് പുറത്തേക്ക് പൂട്ടിയിട്ട് പോയത് തന്നെയാണ്. ഇനിയൊരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പൂട്ടി മറ്റാരോടെങ്കിലും പൂട്ടാൻ പറഞ്ഞ് അങ്ങനെയും ഉണ്ട്, പക്ഷേ ഇത് ആരുമില്ല കേട്ടോ. ഓക്കെ. അല്ല, അവളിത് എങ്ങോട്ട് പോകാനാ? അവളുടെ ഉമ്മ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ കസ്റ്റഡിയിലുള്ള ഉമ്മയുടെ കൂടെ വരേണ്ടതാണ് അവളും, പക്ഷേ അവൾ വന്നില്ല, എങ്ങോട്ട് പോകാനാണ്? എന്നാൽ സാറ് അതാ അകത്തെല്ലാം കയറി നോക്കുന്നു. മാളികയുടെ മുകളിലേക്ക് കയറി. ശരിക്കും ബെഡ്ഷീറ്റെല്ലാം വാരി വലിച്ചിട്ട നിലയിൽ. ആ ബെഡ്ഷീറ്റ് കണ്ടപ്പോൾ എന്തൊക്കെയോ തോന്നി. ഇതിൽ ശരിക്ക് രണ്ടുപേര് കുറച്ച് സമയം ചിലവഴിച്ച പോലുണ്ടല്ലോ ഈ ബെഡ്ഷീറ്റിൻ്റെ ചേലും കോലൊക്കെ കണ്ടിട്ട്. കണ്ടില്ലേ? അതെ സർ. ആ, ഇതിലെന്തോ ഒരു സ്കിന്ന് കാണുന്നു, മുടി. ഇത് ഒരു ആണിൻ്റെ മുടിയാണല്ലോ ശരിക്കും. പെണ്ണിൻ്റെ മുടി നീളമുള്ളത് അപ്പുറത്തുണ്ട്. ഇത് ചെറുതാക്കി വെട്ടിയ മുടിയുള്ള ഒരാണിൻ്റെ മുടിയാണെന്ന് തോന്നുന്നു. തൽക്കാലം തെളിവെടുപ്പിന് ഇതങ്ങ് എടുക്കാം. അപ്പോൾ സർ, എന്തടി? ഉമ്മയില്ലാത്ത തക്കം നോക്കി ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ കൂടെ അവൾ പോയി. അതായിരിക്കും സത്യം. സർ, നിങ്ങൾക്കിങ്ങനെ മനസ്സിലാക്കിക്കൂടെ ആ ബെഡിൽ കിടക്കുന്ന മുടി? പിന്നെ അവൾ എന്തൊക്കെയോ വാരി വലിച്ചിട്ട് പോയ ഒരു അടയാളം ശരിക്കൊന്നും ഒതുക്കി വെച്ചിട്ടില്ല. ബെഡ്ഷീറ്റ് ആകെ അലങ്കോലമായി കിടക്കുകയാണ്. പോകുന്ന പോക്കിൽ ഇത് ഇവിടെ വീണുപോയി. അതെന്താ സർ? ഇത് അവൻ്റെ ചാവിയിൽ കുടുക്കിയിടുന്ന, ബൈക്കിൽ കുടുക്കിയിടുന്ന ആ ഒരു കീ ചെയിനില്ലേ, അതിൻ്റെ ഈ ഒരു അംശം. തെളിവ് എത്രയായാലും പെട്ടെന്ന് കിട്ടും. ഇതവൻ ഉപേക്ഷിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതായിരിക്കും ഒരു പക്ഷേ. അതൊരു പക്ഷേ ശരിക്ക് കൊളുത്തിട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയതായിരിക്കാം. സർ, ഇത് മതി. ഇവിടെ ഒരാൾ പ്രവേശിച്ചിട്ടുണ്ട്. ആ മുടിയും ആ ഒരു താക്കോലിൻ്റെ കഷ്ണവും അതാ അവരെടുത്തു. എന്നിട്ട് കാമുകനുമായി പറന്നു അല്ലേ? നേരെ അതാ നജീബ് സാർ മുറ്റത്തേക്ക് വന്നു. കണ്ടില്ലേ ഗ്രീസ് ഒലിച്ച പാട് ഇവിടെ? അതവൻ നോക്കിയപ്പോൾ ഇതധികം പഴക്കമുള്ളതല്ല, വളരെയധികം ഉണങ്ങി പറ്റിയതുമല്ല. അപ്പോൾ ഇന്നലെ ആവാനാണ് ചാൻസ്. ഒരുപക്ഷെ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ എന്നുള്ള നിലക്കായിരിക്കും. ഓക്കെ, എന്തായാലും തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതെ, അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു. സർ, അവളുടെ ഫോൺ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കിയാൽ? യെസ്, തെളിവുകൾ നശിപ്പിക്കുവാനും അവർ മിടുക്കരായിരിക്കും. അപ്പോൾ തന്നെ അതാ നജീബ് സാറ് അവളുടെ ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ബുദ്ധിയില്ലാത്തവളല്ല ഹസീന, അതവൾ ബുദ്ധിക്ക് കളിച്ചവളാണ്. ഒരിക്കൽ പോലും അവൾ ഫോൺ ഓൺ ചെയ്യില്ല. സർ, എങ്കിലും ലൊക്കേഷൻ വെച്ച് നോക്കാലോ? അതും അവൾ ബുദ്ധിയുള്ളതാണെങ്കിൽ പല കളികളും നമ്മൾ കളിച്ചിട്ടുണ്ടാവും. ആ നിമിഷം തന്നെ അതാ ലൊക്കേഷൻ അനുസരിച്ച് ആ ഫോൺ നമ്പർ അനുസരിച്ച് ക്രമീകരിച്ച് നോക്കുകയാണ്. എന്നാൽ അതാ ആ ലൊക്കേഷൻ ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ആ വീട്ടിൽ അവിടെ എവിടെയോ ഉണ്ട്. അല്ലാതെ ഒരിക്കൽ പോലും ആ ഫോണുമായി അവൾ പുറത്ത് പോയിട്ടില്ല. സർ, എവിടെയാണെന്ന് അറിഞ്ഞോ? ലൊക്കേഷൻ നോക്കിയപ്പോൾ അതെ, ഇവിടെ തന്നെ. ഫോൺ ഇവിടെയുണ്ട്. ഫോൺ ഇവിടെ നിന്ന് പോയിട്ടില്ല. പുറത്ത് പോവുകയാണെങ്കിൽ എവിടെയാണ് ഫോൺ എന്നതിൻ്റെ ലൊക്കേഷൻ കാണാൻ കഴിയും. ഒരിക്കൽ പോലും പോയിട്ടില്ല. എങ്ങനെയുണ്ട്? പഠിച്ച പെണ്ണാണ്, വിളവത്തിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. പക്ഷേ എന്തിനിവിടെ നിന്ന് മുങ്ങിയെന്നറിയണം. നമുക്കിവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ അതാ അവർ വീടാകെ ഒന്ന് റൈഡ് ചെയ്യുന്നു. എന്നാൽ കുഞ്ഞിക്കതിയുടെ അലമാരയിൽ നിന്ന് കുറച്ച് സ്വർണങ്ങൾ മാത്രം ബാക്കിയുള്ളതുപോലെ, അതും കുറച്ച് ചിന്നിച്ചിതറിയ രീതിയിൽ അതിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് വാരിപ്പോയിട്ടുണ്ട്. കുറച്ചൊന്നല്ല, കുറച്ചധികം. കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ. അപ്പോൾ അന്ന് നമ്മൾ 55 ലക്ഷം, 55 ഇവർക്ക് എത്ര ക്യാഷ് വരുന്നുണ്ടാവും? എങ്ങനെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്? എന്ത് സംഭവം അറിയുന്നില്ല. എന്തായാലും അവർ ബാക്കിയുള്ള ആഭരണങ്ങളെല്ലാം കസ്റ്റഡിയിലെടുത്തു. ചോദിക്കണം കുഞ്ഞിക്കതിയോട് ഇതിൻ്റെ ബാക്കി എത്രയുണ്ടെന്ന്. ആ സ്ത്രീയുടെ ശരീരത്തിലും കൈകളിലും ഇപ്പോഴും ഉണ്ടല്ലോ, നല്ലോണം ഉണ്ടാവുമല്ലോ. വെറൈറ്റി മാറ്റി അണിയാലോ. തിരക്കിടില്ല.
എന്നാൽ അതാ ഹസീന മുങ്ങിക്കഴിഞ്ഞു. അതെ ഷെഹർബാൻ, ഹസീന മുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒറ്റയ്ക്കല്ല, കൂടെ ഒരാളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ തെളിവിൻ്റെ ആളവിടെ എത്തിയിട്ടുണ്ട്. ഉറ്റ ഗ്രീസിൻ്റെ നനവ് മാറിയിട്ടില്ല. അപ്പോൾ അധികം വൈകാതെ തന്നെ അവരിവിടെ വിട്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ കേരളം വിട്ടിട്ടുണ്ടാവും. പക്ഷേ എന്തൊക്കെയോയുമായാണ് അവൾ മുങ്ങിയത്. എന്തൊക്കെയോ തെളിവുകൾ ബാക്കിയുള്ളതെല്ലാം വാരി വലിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഹസീന ചില്ലറക്കാരിയല്ലെന്ന് മനസ്സിലായില്ലേ നിനക്ക്? അവൾക്ക് എല്ലാം വേണം, പണം വേണം, സുഖം വേണം, എല്ലാം വേണം. പക്ഷേ അവൾ ആരുതേക്കെയോ തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും സാർ അതെങ്ങനെ തിരിച്ചറിഞ്ഞു? അതൊക്കെയുണ്ട്. അതൊക്കെ തിരിച്ചറിയാനാണ് പാട്. നമ്മൾ പോലീസ് ആയത് വെറുതെ അല്ലല്ലോ, കുറച്ചൊക്കെ പഠിച്ചിട്ട് തന്നെയല്ലേ. തെളിവുകൾക്ക് ഇത് ആവശ്യമായി വരാം. ശരിക്കും ഹസീന പോയിട്ടുണ്ട്. ഹസീന പോയത് മറ്റാരുടെയും കൂടെയല്ല, അതെ ഏതോ ഒരു ചെറുപ്രായക്കാരൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. എങ്ങനെ മനസ്സിലായി? ഈ മുടി കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഓ, അങ്ങനെ കരുത്തുറ്റ മുടിയാണ്, ചെറുപ്രായമാണ് അവൻ. ഹസീന എന്ന് അവളെക്കുറിച്ച് നിനക്ക് എന്താ അറിയാം? ഒന്നും അറിയില്ലല്ലോ. നമ്മളെ നമുക്ക് ചോദ്യം ചെയ്താൽ തന്നെ മനസ്സിലാവും അവൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുള്ളത്. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വൈകാതെ വരും, പരാതിയും പരിഭവമൊക്കെ വരും, നോക്കാം. അങ്ങനെ അതാ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ അതാ കുഞ്ഞിക്കതയെ സന്തോഷിച്ചിരിക്കുകയാണ്. അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുവരണം ആ പെമ്പറന്നോളെ. എന്താ സാധനമെന്നോ, എൻ്റെ കൂടെ വരാതെ ഓളോടെ സുഖമായി ജീവിക്കുക. കണ്ണി കണ്ടോളി വിളിച്ച് കയറ്റിക്കാണ്ട് നോക്കട്ടെ. ഇനിയിപ്പോൾ ഓള് കണ്ട് വരട്ടെ. അവൾ നല്ലോണം ശിക്ഷ കൊടുക്കണം, അതാ വേണ്ടത്. വയസ്സായി എന്നെ ഒരുപാട് ഉപദ്രവിച്ചെന്ന് വരെ ഞാൻ എഴുതി കൊടുക്കും ഓളെക്കുറിച്ച്. അങ്ങനെയാണ് നജീബ് സാറ് അതാ ലോക്കപ്പിനടുത്തേക്ക് ചെല്ലുന്നു. കുഞ്ഞിക്കതിയാ? സാറേ ഓള് വന്നോ? കുഞ്ഞിക്കതിയാ, പിന്നെ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ടല്ലോ. എന്ത് ചാൻസ്? അല്ലേ, നിങ്ങൾ നിരപരാധിയാന്നൊക്കെ സൗദ പറഞ്ഞിട്ട് ഒരു എഴുത്ത് കിട്ടിയല്ലോ. കുഞ്ഞിക്കതിയ ക്ഷമിക്കണം, അത് ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു എഴുത്ത് കിട്ടി. അപ്പോൾ അവൾ എഴുതിയതാണ്. അവൾ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായത്തിലാണല്ലോ എഴുതിയിരിക്കുന്നത്. പൊന്നു പോലീസാറെ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൾ എന്നെക്കുറിച്ച് നല്ലതേ പറയുള്ളൂ. കാരണം എന്താ, മോളെ ഞാൻ നല്ലോണം നോക്കലുണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഹസീനാൻ്റെ പണിയാണ്, ഓളെ കയറ്റി വിട്ടതും അങ്ങനെ ആക്കിയൊന്നും. ഇനി നിങ്ങളൊന്നും കൊണ്ടും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോളെ എഴുതി നിങ്ങൾ കണ്ടോ? കുഞ്ഞിക്കതിയ കണ്ടു. ഇതല്ലേ അത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലിസ്റ്റ്, സാറേ ഇതന്നെ ഇക്കാരം എൻ്റെ മോളെ എഴുതി വെച്ചത് ഇക്കാരം. ഏതായാലും ഉമ്മാനെ കുറിച്ച് എനിക്ക് കുറച്ച് എഴുതാണ്ടെന്ന് പറഞ്ഞേനു. ഇപ്പോൾ എങ്ങനെ ഉണ്ട്, എന്നെ നിരപരാധി ഇന്നാണ്ട് ഇറക്കി വിട്ടാളേ. ഇനിയിപ്പോൾ എന്തിനാ എന്നെ ഇവിടെ കൂട്ടിലിട്ടേക്കണത്? കുഞ്ഞിക്കതിയാ, നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾ ഒന്നും രണ്ടും അല്ലല്ലോ, പല രീതിയിലും ഉണ്ട്. ഈ ഒരു പേപ്പറിൽ എഴുതിയതും ഇന്നലെ നിങ്ങൾ എഴുതിയ പേപ്പർ ഇത് രണ്ടും ഒരേ എഴുത്താണല്ലോ. അല്ല കുഞ്ഞിക്കതിയാ, നിങ്ങളുടെയും മകളുടെ ഒരേ ആംഗ്രേറ്റ് ആണോ? ഒരേ കൈയെഴുത്ത് പോലെ ഉണ്ടല്ലോ. എന്നാൽ അത് കേട്ട കുഞ്ഞിക്കതിയ ഒന്ന് ഞെട്ടി. നിങ്ങളെന്നെ ബേജാറാക്കല്ലേ, അത് എൻ്റെ മോളുടെ ഒരുപോലെ തന്നെയാണ്. അത് എല്ലാവരും പറയും, പണ്ടൊക്കെ മണ്ടേ ഞങ്ങൾ എഴുതുമ്പോഴൊക്കെ ഒപ്പം എഴുതും. ഓൾഡ് എൻ്റെത് ഒരുപോലെ. ഓൾക്ക് എന്നെ കൊണ്ട് ഒരു എതിരഭിപ്രായവും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ മനുഷ്യനെടങ്ങാറാക്കല്ലേ, ഞാൻ ഉള്ളത് പറയാണ്. അല്ല ഹസീന എവിടെ? ഓളോട് കയറ്റിക്കൊടുന്ന എനിക്കാണ്ട് ഇറങ്ങാലോ. കുഞ്ഞിക്കതിയാൻ്റെ ഹസീന ആരുടെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ട്. എൻ്റെ റബ്ബേ, അതെന്തേ? ആ പമ്പറന്നോൾ എന്തായിട്ടാ പോയത്? ഇതാ നിങ്ങളുടെ വളയും മാലയും അല്ലേ ഇത്? പൊന്നാരൻ്റെ പോലീസ്, നിങ്ങളതൊക്കെ എടുത്താ? ഇതൊന്നല്ലല്ലോ. പിന്നെന്താ, എത്ര ഉണ്ടായിരുന്നു? അത് 4-5 മാല ഉണ്ടായിരുന്നു, പിന്നെ വള, കടക് വള ഉണ്ടായിരുന്നു, മറ്റേ ഒരു കമ്പിവള പോലത്തെ അങ്ങനത്തെ ഉണ്ടായിരുന്നു. അല്ല സാറേ, ഇതിപ്പോൾ ഇത് രണ്ട് വളയറ്റങ്ങൾ വന്നിക്കണേ. ബാക്കി എന്താ? ബാക്കിയൊന്നും അവിടെ കാണുന്നില്ല. അല്ല സാറേ, സത്യം പറയും, ഹസീന എവിടെ? ഓള് പോയിക്കണേ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നതിൻ്റെ ലിസ്റ്റ് കൊണ്ട് തരൂ. അതെ, 4 മാല, അതിനൊരു ഒരു താരമാല, ഒന്ന് കാശി, പിന്നൊരു എൻ്റെ പൂതിയോണ്ട് വാങ്ങിയതിന് മറ്റേ എന്താ കുടലാരം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ചങ്കേൽസ് എന്നൊക്കെ പറഞ്ഞ അതൊന്ന്, പിന്നെ പണ്ടത്തെ അതൊക്കെ ഞാൻ പിന്നെ ഉണ്ടാക്കിച്ചതാണ്. എനിക്ക് പൂതിയോണ്ട് പണ്ട് ഒരുപാട് ആഗ്രഹിച്ചതിന് മുല്ലമൊട്ടുമാല, അതൊക്കെ പണ്ടത്തെ കാലത്ത് ആൾക്കാരിടുന്ന മാലയിനല്ലോ. അപ്പോൾ അതിൻ്റെ പൂതിയോണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞാണ്ട് ഉണ്ടാക്കിച്ച് കാണ്ട് ഓലോട് ചെയ്യിപ്പിച്ചതേനു. അതൊന്നും സാറേ
അതൊക്കെ ഉണ്ടായിരുന്നേ 4 വലുതന്നെ ഉണ്ട് ഇവൻ്റെ കൗത്തത്തതല്ലേ. പിന്നെ കൈമക്ക് നല്ലോ ഉരുൻ്റെ നല്ല കട്ടിങ്ങാനുള്ള വളം ഉണ്ടായിനു. ഇതിപ്പോൾ ആകെ 2 ഓക്കെ ഓക്കെ. ടോട്ടൽ എത്ര പവനുണ്ടാവും? അത് സാറേ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. 4, 5, 6 പവനൊക്കെ ഉള്ള മാലയും അതേപോലെ തന്നെ 2, 4 ഉള്ള വളയും എല്ലാം കൂടി ഇപ്പോൾ ഒരു 10, 55, 56, പറയട്ടെ 10, 60 പോരട്ടെ. എത്ര ഇതൊക്കെ എവിടുന്ന നിങ്ങൾക്ക്? അതിൻ്റെ പൊന്നാര സാറേ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. പണിയെടുത്ത് നയിച്ചാൻ പോയെടുത്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ എൻ്റെ മരുവൻ കുറേ ഉണ്ടാക്കി തന്നിന് ഞങ്ങൾക്ക്. മരുവനെ വലിയ സൂപ്പർ മാർക്കറ്റാണ് ഗൾഫിലെ. ഓന് വരുമ്പോൾ നല്ലോണം കൊണ്ടുവരും. പോരാത്തിന് പൈസ അയച്ചുതരും. അങ്ങനെ ഉണ്ടാക്കി കൂട്ടിച്ചാണ് ഇപ്പോൾ ഇത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് എവിടുന്നാ? ശരിക്കും അത് അവർ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു മരുമകനെ കിട്ടിയല്ലോ നിങ്ങൾക്കല്ലേ. ഏതായാലും ആ ഒരു മരുമകനെ ഒന്ന് വേണ്ട. മരുമകനും ഞാനും വലിയ ഇതിലല്ല. മരുമകനും ഞാനും തെറ്റിലാണ്. എൻ്റെ കാര്യം അവനോട് പറയും വേണ്ട നിങ്ങൾ. അല്ല ഈ ഹസീനെ പമ്പർന്നോളി എവിടേക്ക് പോയത്? വേറെ എന്തെങ്കിലും? കുറച്ച് ക്യാഷ് ഇട്ടിട്ടുണ്ട്. അല്ല സാറേ ഓളടുത്ത് തെല്ലോം കായുണ്ട്. 55 ലക്ഷം നിങ്ങൾ എടുത്തല്ലോ. പോരാത്ത ഇഞ്ഞുണ്ട്. അതിന് എത്രയാണ് ഇപ്പോൾ ഇത്? അതൊക്കെ ഇട്ട് ഓള് പോയാ വല്ലാത്തൊരു സാധനം തന്നെ. പെണ്ണ് നരകിക്കട്ടെ പോയോടുത്തുനിന്ന്. അതെ അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങൾ ഉമ്മയാണ്, മകളാണ്. പക്ഷെ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ? പോലീസിനെ കണ്ണു വെട്ടിച്ചവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പം നിങ്ങളുടെ മകൾ ഹസീന ചില്ലറക്കാരിയല്ലല്ലോ. പൊന്നാര സാറേ നിങ്ങളോട് പറയാൻ ഇനിയിപ്പോൾ ആരും അറിയൊന്നും വേണ്ട. ഞാൻ എൻ്റെ ഈ സൗദ എന്ന് പറഞ്ഞ മോളെ കൊണ്ട് സത്താറിനെ കെട്ടിച്ചാൻ വേണ്ടി നിന്നതേനു. അതിൻ്റെ ഇടയിൽ കൂടെ ഓനുണ്ട് പാട്ടിലാക്കിയിട്ട് ഓൻ്റെ ഔത്തൊക്കെ പോകലും വരലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോയും ചെയ്തിക്കണല്ലോ. എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണം കൊണ്ട് അങ്ങോട്ട് ആക്കി. ഈ പെണ്ണ് ആഗ്രഹിച്ച അതേനോ 2-3 കുട്ടികളെ വാപ്പയൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ടെന്താ ഒരു വലിയ അതിർപ്പത്തിലും ഇഷ്ടത്തിലും വയ്ക്കണേ. ഞാൻ അങ്ങനെ കരുതിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ എന്തൊക്കെ നടന്നിട്ട് നമുക്കറിയില്ലല്ലോ. എനിക്ക് അന്നത്തോടു കൂടി വെറുത്തിനോളാം. കാരണം ഏട്ടത്തിക്കുള്ള 5 തട്ടിയെടുത്തു. അങ്ങനെ ഉണ്ടാവും ചില വിരുദ്ധത്തി എന്ന് വെച്ചാൽ എൻ്റെ മോളായതുകൊണ്ട് പറയില്ല. വിരുദ്ധത്തിയാണ് എൻ്റെ മോള് ചെറിയോള് ഹസീന. വല്ലാത്തൊരു പണ്ടാറക്കാലത്തെയാണ്. പിന്നെ എനിക്ക് വേറെ 2 ഉണ്ട്. ആ വേറെ 2 നോക്കണത് ഓലെ ബാപ്പയും എളാമയും എല്ലാവരും കൂടിയാണ്. അപ്പം ഞാനും വിചാരിച്ചു അവിടെ നിന്നോട്ടെ അറ്റങ്ങൾ. മറ്റിറ്റങ്ങളെയും വലിച്ചേറ്റി നടക്കണ്ടേ. എനിക്ക് 4 പെൺകുട്ടികൾ തന്നെയാണ്. പിന്നെ എൻ്റെ ഈ ഹസീന എന്നുള്ള മോള് വല്ലാത്തൊരു വല്ലാത്ത വിളവത്തിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു വരെ ചവിട്ടിക്കൊല്ലുന്ന വരെ പറഞ്ഞിരിക്കണം. എന്തിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കണത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിക്കാണ്ട് പലതും പറഞ്ഞ് ഇപ്പോൾ ഓള് വേറൊരുത്തൻ്റെ ഒപ്പം പൊയ്ക്കണില്ലേ. എത്ര ചെക്കന്മാരങ്ങോട്ട് വരലുണ്ട് ഓളടുത്തേക്ക്. ചിറിയും കളിയും വർത്താനും പാട്ടും കൂത്തും മന്തി കൊണ്ടുവച്ചലും തിന്നലും അങ്ങനെ ഒക്കെപ്പാട. പൊന്നാരൻ്റെ പോലീസ് നിങ്ങളോട് പറയാൻ മറ്റൊന്നുമല്ല. അങ്ങനെ വിട്ടാൽ പറ്റൂല. എൻ്റെ പണ്ടും പണവും മുഴുവനോ ഓളെടുത്ത് കൊണ്ടേക്കണ്. ആ പമ്പർന്നോളതൊക്കെ വിറ്റ് മുടിച്ചിട്ടേ അങ്ങോട്ട് വരുള്ളൂ. നന്നാവൂല. ശരിക്കും അതാ ഹസീനയെ കുഞ്ഞിക്കതിയ വല്ലാതെ പ്രാഗി പറയുന്നു. അല്ല കുഞ്ഞിക്കതിയ ഓക്കെ ഓളെ കാര്യം ഞങ്ങൾ ഏറ്റു. പക്ഷെ നിങ്ങളെ കാര്യത്തിനൊരു തീരുമാനം എടുക്കണമല്ലോ. കാരണം നിങ്ങളിപ്പോൾ എത്ര കേസുകളിലെ പ്രതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മകളെ ഓട്ടോയിൽ വിട്ട കേസിൽ പോരാത്തതിന് ഇപ്പോൾ ഇത് കത്തും എഴുതി വെച്ച് നിങ്ങളാണെന്ന് അവളാണെന്ന് വ്യാജേന കത്തെഴുതി അങ്ങനെ നിങ്ങൾ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയത്. സത്താറിനെ കേസിൽ കുടുക്കിയത്, അതും പ്രായപൂർത്തിയാകാത്തവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എത്ര കേസുകൾ ഒരുപാടുണ്ടല്ലോ. കയ്യും കാലും കെട്ടിയിട്ട് മകൾക്ക് ഓർമ്മക്കുള്ള മരുന്ന്, ഓർമ്മ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്ന് ഡോസുള്ള കൊടുത്തത്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാടാണ് ശിക്ഷാ നിയമങ്ങൾ നിങ്ങൾ കാട്ടിട്ടുള്ളത്. എന്താ വേണ്ടത്? എൻ്റെ പൊന്നു സാറേ ഞാൻ എന്താ ചെയ്തോളാം. ഞാൻ എന്ത് ചെയ്യാൻ? അവരൊക്കെ നിങ്ങൾക്ക് മാപ്പ് തരികയാണെങ്കിൽ ഓക്കെ. നിങ്ങളുടെ മകൾ സൗദ നിങ്ങൾക്ക് മാപ്പ് തരണം. അതുപോലെ തന്നെ സത്താറ് മാപ്പ് തരണം. അവരുടെ ഫാമിലി മാപ്പ് തരണം. പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും പുറത്തേക്ക് പിടിച്ച് വലിച്ചിട്ട് അവരെ ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അവരെ ഉപദ്രവിച്ചത്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പുറം ലോകം കാണും തോന്നില്ല. ഷെർബാൻ സർ, ഇവർക്ക് കോടതിയിലേക്കുള്ള ഇത് കൊടുക്കാം. നമുക്ക് കോടതി തീരുമാനിക്കട്ടെ.
അവർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇതൊരു ലിസ്റ്റായിട്ട് സെറ്റാക്കിയിട്ട് അവിടെ ഏൽപ്പിക്കാം. പിന്നെ വക്കീലിനെ വെച്ച് അവർ വാദിക്കുകയാണെങ്കിൽ വാദിക്കട്ടെ, അല്ല എങ്കിൽ പൊന്നു സാറേ വക്കീലിനും പോലീസിനൊന്നും നിങ്ങൾക്ക് വേണ്ട, എനിക്ക് പേടിയാണ്, ഞാൻ പോയിക്കോളാം ജയിലിലേക്ക്. അപ്പോൾ കുഞ്ഞിക്കത് തെറ്റ് ചെയ്തുകൊണ്ടത് ശരിയാണോ? അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ, തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ കാട്ടിക്കൂട്ടല്ലേ. കുഞ്ഞിക്കതിയാ, ഒരു കളവ് പറഞ്ഞാൽ 10 കളവ് പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ നേരത്തെ രക്ഷപ്പെടാം. കയ്പാണെങ്കിലും സത്യം പറയണമെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. കയ്പാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ. കളവ് പറയുകയാണെങ്കിൽ 10 കളവ് പറയണം, എങ്കിലും അത് പിന്നീട് തെളിയുമ്പോൾ നമ്മളാകെ വഷളാകും. നേരെ വാ എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം. വളഞ്ഞ വഴി എടുക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും അതധികം മുന്നിട്ട് പോവില്ല. പിന്നെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സൗദിയെ എന്തുകൊണ്ടാണ് അവളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്? അവൾ ഓർമ്മശക്തി എന്തിനാണ് നഷ്ടപ്പെടുത്തിയത് എന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. എൻ്റെ പൊന്നു സാറേ, അത് ഓള് പിരാന്തത്തിയായിട്ട് ഓള് ഞങ്ങളെ കാട്ടുമെന്ന് കരുതി തന്നെ, വേറെ ഒന്നുമല്ല. കുഞ്ഞിക്കതയെ വീണ്ടും കളവ് പറയുന്നുണ്ട്. കളവ് പറയുമ്പോൾ നിങ്ങളുടെ മുഖഭാവം കണ്ടാലറിയും. സത്യം പറയണം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുപകാരം? എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? കുഞ്ഞിക്കതിയ ശരിക്കും പകച്ചു പോയി. അത് നഷ്ടപ്പെടാണ്ടായിട്ടൊന്നല്ല, ഒരു ഇടങ്ങാറ് എല്ലാം കൂടിയും പറയണം. എന്താണ് അത്? വെളിപ്പെടുത്തിയാൽ സൗദക്ക് ബോധം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവൾ എന്താണ് അവൾ ഭയക്കുന്നത്? നിങ്ങൾ അവളിലൂടെ എന്താണ് പുറത്തു വരിക? എന്തോ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് കാര്യമായിട്ട്. അതിൻ്റെ ഉത്തരം കൂടി കുഞ്ഞിക്കഥയെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ കോടതിയിൽ വിട്ടിട്ട് ശിക്ഷ അങ്ങ് സെറ്റാക്കാം. എന്താ സാറേ, നിങ്ങളെ രക്ഷിക്കണം, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ ജയിലിലൂടെ ചെയ്യരുത്. അതെ, നിങ്ങൾ ചെയ്ത് കൂട്ടിയതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ എനിക്ക് അതിൽ വക്കാലത്ത് ചെയ്യാനൊന്നും പറ്റൂല. എനിക്കെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും നിങ്ങളെ ആരെയും ഉപദ്രവിക്കണമെന്ന് ഒരു ഇതുമില്ല പോലീസായി എനിക്ക് നിങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ ജീവിക്കുക, നല്ല രീതിയിൽ എല്ലാവർക്കും സഹായം ചെയ്യുക. സഹായം ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. ഒരാളെ കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടാതെ ജീവിക്കുക. ഒരാളെ നമുക്ക് ഉപദ്രവിക്കാനുള്ള ചീത്ത പറയാനുള്ള അവകാശമില്ല. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരായ സ്ഥിതിക്ക് ഒരിക്കൽ പോലും ഒരാളെ നമുക്ക് ഒരു ഒട്ടുസൂചി കൊണ്ട് പോലും വേദനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും സൃഷ്ടികളല്ല, എല്ലാവരും ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അല്ലാതെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ അങ്ങനെയൊന്നും വെളുത്തവരെന്നോ കറുത്തവരെന്നോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. പക്ഷേ കുഞ്ഞിക്കഥ, നിങ്ങളോട് എനിക്ക് ചോദ്യം, സൗദിയെ എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിക്ക് ജീവിക്കാൻ വിടാത്തത്? അവളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഓർമ്മശക്തി കുറയാനുള്ള മരുന്നെല്ലാം കൊടുത്ത് എന്തിനാണ് അവളെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്നത്? അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഹോസ്പിറ്റൽ CCTV ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞു. അതിലെല്ലാം നിങ്ങൾ പോയതും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണാനുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഉണ്ടല്ലോ, പഴയ പോലെയല്ലല്ലോ, എല്ലാം CCTVയിൽ കാണുമല്ലോ. പിന്നെ നിങ്ങൾ ഇപ്പോഴും അവളെ അന്ധകാരത്തിലേക്ക് തള്ളിയിടുകയാണ്. അവളൊരു ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയെപ്പോലെ, ഒന്നും ഓർമ്മയില്ലാത്ത പോലെ, ആകപ്പാടെ ഒരു നരകിച്ച രീതിയിൽ ജീവിക്കുകയാണ്. സ്വന്തം മോളല്ലേ, എന്തിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്തത്? അതുകൂടെ എനിക്ക് ഉത്തരം കിട്ടണം. അത് സാറേ, എനിക്കൊന്നും അറിയില്ല, അതൊക്കെ അസീനാണ് അതിൻ്റെ ആള്. എന്നാലും അസീൻ എൻ്റെ പൊന്നും പണ്ടൊക്കെ കൊണ്ട് പോയല്ലോ സാറേ, അതൊന്നും അന്വേഷിക്കുക നിങ്ങൾ. ശരി, അതന്വേഷിക്കാം. അതൊന്നും വലിയ അവരെ കിട്ടാത്ത ഇതൊന്നല്ല, അവർക്ക് നിമിഷങ്ങൾക്കൊക്കെ കിട്ടും. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാം. സാറേ, ഞാൻ പരാതി എഴുതി തരാം, അവരങ്ങൾ കണ്ടുപിടിക്കുക. എന്നാൽ അതിനു മുമ്പ് കുഞ്ഞിക്കഥയെ പറയണം, എന്തിനാണ് സൗദക്ക് ഓർമ്മശക്തി കുറയുവാൻ വേണ്ടി, ഇല്ലാതാകുവാൻ വേണ്ടിയുള്ള മെഡിസിൻ കൊടുത്തത്? എന്താണ് അവളിലുള്ള രഹസ്യം? അവളിലൂടെ എന്തൊക്കെയാണ് അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് പുറത്ത് പറയും എന്നുള്ള ആ ഒരു പേടിയാണ്. സൗദി എന്തൊക്കെയോ പുറത്ത് പറയും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവളുടെ ഓർമ്മശക്തി അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു അല്ലേ? സത്യം പറയണം, അല്ലയോ? ആണ് അല്ലേ സാറേ? അങ്ങനെ ഒന്നുമില്ല സാറേ, എനിക്കിപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൗദിയോട് ഇത്ര വലിയ ഇത്? ഒന്നുമില്ല, അതിപ്പോൾ എൻ്റെ മക്കളിപ്പോൾ എല്ലാവരും ഉരുപ്പോണം തന്നെ അല്ലേ എനിക്കിപ്പോൾ. ആരും ശരിയാണ്,
പിന്നെ ഹസീന നിങ്ങളെ പേടിപ്പിച്ച് നിർത്തുന്നു, സൗദിയെ നിങ്ങൾ പേടിപ്പിക്കുന്നു. അതാണ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്. അല്ല കുഞ്ഞിക്കതിയ, ആ വീടും സ്ഥലമൊക്കെ ഇപ്പോൾ ആരുടെ പേരിലാണ്? സാറേ അത് ഇന്ത്യ തന്നെയാണേ, എൻ്റെ പേരിലാണ്. നിങ്ങളെ പേരിലാക്കിയിട്ടുണ്ടോ? പിന്നെന്താ? അല്ല കുഞ്ഞിക്കതിയ, നിങ്ങൾക്ക് ആ ഒരു വീടും സ്ഥലമൊക്കെ എങ്ങനെയാണ് ഇത്രയും കോടികൾ വിലമതിക്കുന്ന ആ വീട് ഇപ്പം എങ്ങനെ സെറ്റാക്കാൻ കാരണം? അതിൻ്റെ മരുവെടുത്തെന്നാണ്. അത് ഞാൻ നുണ പറയില്ല, എൻ്റെ മരുവെടുത്ത തന്നെയാണ്. ഏത് മരുമകൻ? സത്താറോ? സത്താറ് ജബ്ബാറാണ്. അല്ല പിന്നെ സത്താറിന് ഇപ്പോൾ അതിനൊക്കെയുള്ള കൈവിടുന്ന ഓനെ അങ്ങോട്ട് പൈസ കൊടുക്കലാണ്. പിന്നെ ആര്? എൻ്റെ മരുമകൻ നവാസ്. അങ്ങനെ. എന്നിട്ട് ഇത്രയും വലിയ വീടും സ്ഥലമൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണല്ലോ മരുമകൻ നവാസിൻ്റെ ഭാര്യയായ സൗദയെ നിങ്ങൾ ഈ കോലത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടല്ലോ. സാറേ അതൊന്നുമില്ല, എൻ്റെ മരുവടുത്തെന്നാണ് പേരും സ്ഥലമൊക്കെ എൻ്റെ പേരിലുമാണ്. അതൊന്നുമല്ല. പക്ഷേ സൗദയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, അവൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ട്. അത് നിങ്ങൾ പുറത്ത് പറയാൻ അനുവദിക്കുന്നില്ല അല്ലേ? ഇല്ലോ? പറയടി, പറ. ഇപ്രാവശ്യം ഷഹർബാൻ അല്ലായിരുന്നു, നജീബ് സാറായിരുന്നു മുന്നോട്ട് വന്നത്. പറ, എന്താ സൗദയ്ക്ക് ഉള്ള രഹസ്യം? എന്താ സൗദ എന്താണ് പറയാൻ നിൽക്കുന്നത്? സൗദ എന്തൊക്കെയോ ഒളിച്ചു വെച്ചത് പറയുമെന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു പേടിയാണ് നിങ്ങൾ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നത്. സൗദിയുടെ മനസ്സിൽ എന്തൊക്കെയോ പുറത്ത് പറയണമെന്നുണ്ട്, ചോദിക്കണമെന്നുണ്ട്, അവകാശപ്പെടണമെന്നുണ്ട്. പക്ഷേ നിങ്ങളതിന് സമ്മതിക്കുന്നില്ല. അതല്ലേ അതിൻ്റെ യഥാർത്ഥ സത്യം? നിങ്ങളും മകൾ ഹസീനയും കൂടെ. എന്നാൽ പെട്ടെന്ന് അതാ ഒരു കോൾ വരുന്നു. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാറേ, എൻ്റെ മോൻ ഇന്നലെ മുതൽ കാണാനില്ലാതേക്കാണ്. എന്ത് പേര്? ഓൻ്റെ പേര് അനീഷ്. വയസ്സ് 23. മാരീഡാണോ? അല്ല സാറേ, ഞങ്ങൾക്ക് ആകെയുള്ള ഒരേ ഒരു മോനാണ്. ദയവായി സാർ ഞങ്ങൾ കുഞ്ഞിനെ രക്ഷിക്കണം. എവിടെയാണെന്ന് അറിയുന്നില്ല. ഓക്കെ, അന്വേഷിക്കാം. ഷെഹർബാൻ, അനീഷ് 23 വയസ്സ്, ഇന്നലെ മുതൽ കാണാതായി. ഓക്കെ സർ, അന്വേഷണം നടത്താം. ഓക്കെ. എന്നാൽ 23 വയസ്സുള്ള ആ ഒരു ചെക്കൻ ഒരിക്കലും അനീഷിൻ്റെ കൂടെയാണ് ഹസീന പോയതെന്ന് ഒരിക്കലും അവർക്ക് അറിയുന്നില്ല. എന്നാൽ ഈ സമയം കുഞ്ഞിക്കഥ പറയുന്നു, പൊന്നാര സാറേ, സൗദ എന്ന് വെച്ചാൽ അങ്ങനൊരു കഥയാണ്. ഓള് ഓലപ്പേക്കാരൻ കാര്യമായിട്ട് എനിക്ക് ഓളോടുള്ള ഈറാന്ന് വെച്ചാൽ ഇന്നിലേറെ ഇഷ്ടം ഓളെ ബാപ്പാൻ്റെ മറ്റേ പെണ്ണുങ്ങളാണ് ഓൾക്കിഷ്ടം. അതാണ് ഞാൻ ഓളോട് ഇങ്ങനെ ദേഷ്യം പിടിക്കണത്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. അങ്ങനെ നിങ്ങളെക്കാൾ സ്നേഹം കിട്ടുന്നുണ്ടാവും ഒരു പക്ഷേ അവരുടെ അടുത്ത് നിന്ന്. സാറ് അതൊന്നും എനിക്കറിയില്ല, എന്നെ കൊണ്ട് കഴിയണമാരെ ഞാൻ ഓളെ സ്നേഹിക്കണ്ട. അതിലും മേലെ ഇപ്പോൾ എന്ത് സ്നേഹിക്കലപ്പോൾ ഇത്? വല്ലാത്തൊരു പുതുമന്നെ. അല്ലെങ്കിലും ബാപ്പ കാട്ടിയ പണിയോ? ഒരു ചെറുപ്രായക്കാരത്തി മോളെ പ്രായമുള്ള പെണ്ണിനും കെട്ടി ജീവിക്കില്ല സുഖസുന്ദരമായി. എൻ്റെ കാര്യമൊന്നും ആരും നോക്കാനും ഒന്നിനുമില്ല. നിങ്ങളെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം ഭർത്താവിനെ ചവിട്ടി പുറത്തൊക്കെ വാതിൽ അടച്ചിടുക ഒരു സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തികളാണിതൊക്കെ. നിങ്ങളല്ല ഇതൊക്കെ ചെയ്തത്. പൊന്നാര സാറേ, അതിപ്പോൾ ഒന്നും തിന്നാനും കുടിച്ചാനും ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ പിന്നെ ഞാൻ എന്താ കാട്ടുക? ഞാൻ അയൽവക്കത്തെ പെരിയയിൽ പോയിട്ട് പാത്രം മോറി ഉണ്ടാക്കണ ആ ഒരു ഇതായിട്ട് പൈസ ആയിട്ട് ആണ് മൂപ്പര് കഞ്ഞുടിച്ചാൻ വരല്ലേ. പിന്നെ ഇപ്പോൾ എന്താ കാട്ടുക? ചവിട്ടിയാണ് പുറത്താക്കി ഞാൻ. ഓക്കെ, നിങ്ങൾ പട്ടിണിയുള്ള കാലത്ത് നിങ്ങൾ സഹകരിക്കണ്ടേ? ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയിട്ട് ആ പാവത്തിന് നിങ്ങൾ അത്രമാത്രം ഉപദ്രവിക്കാൻ പാടുണ്ടോ? അതുകൊണ്ടല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ വിവാഹം കഴിച്ചതും അതിന് മക്കളുണ്ടായതൊക്കെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയും ഭർത്താവുമ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഇല്ലായ്മയും ഒരാൾക്ക് പൈസ ഉണ്ടാവില്ല, ഒരു പക്ഷേ ഭർത്താവിന് ക്യാഷ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഭാര്യ അദ്ദേഹത്തെ ഇങ്ങനെ ചീത്ത പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭാര്യയ്ക്ക് ആരോഗ്യമില്ല. എന്താണ് നീ എപ്പോഴും കിടക്കുകയാണ്, നിനക്ക് എപ്പോഴും അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ചീത്ത പറയുക, എന്തായിരിക്കും അവസ്ഥ? പരസ്പരം കണ്ടറിയണം. അസുഖം വരും, പണമില്ലാതാവും, ജോലി നഷ്ടപ്പെടും, എല്ലാം ഉണ്ടാവും ജീവിതത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സഹകരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം നല്ല രീതിയിലാവുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളും കലഹങ്ങളും ആയിരിക്കും. ഇപ്പം എന്തായി? അവർക്ക് വേറെ ജീവിതം കിട്ടി, നിങ്ങളുടെ ജീവിതം എങ്ങനെയായി തീർന്നു? ഇനി നിങ്ങൾ ജയിലിലേക്കാണ് പോകുന്നത്. ഇത്രയധികം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കാട്ടിക്കൂട്ടി ഒരു പക്ഷേ നിങ്ങൾ ആ കൊച്ചു കുടിലിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ എത്ര സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടായിരുന്നു നിങ്ങളും നിങ്ങളുടെ മക്കളും. പക്ഷേ
നിങ്ങൾക്ക് പിന്നീട് പണം വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് അങ്ങ് അഹങ്കരിച്ച് ഇപ്പോൾ ദാ ഈ ഒരു രീതിയിലായി നിങ്ങൾ പലതും കാട്ടിക്കൂട്ടി. സാറേ കുഞ്ഞിക്കതിയ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സത്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഇനി നേരെ കോടതിയിലേക്ക് വിടാണ്. അതൊക്കെ അവിടുന്ന് അങ്ങ് തെളിയിച്ചോളും. ഇനി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ നിർത്തുന്നില്ല. കാര്യം നിങ്ങളെ ഷമ്മാസ് പറഞ്ഞ് ഒരുപാട് ഉപദ്രവിക്കൊന്നും വേണ്ട. കാരണം നല്ല രീതിയിൽ മാന്യമായി പറഞ്ഞ് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ ഇത്രയും ഇതിൽ ചോദിച്ചത്. പക്ഷേ നിങ്ങൾ പലതും ഇപ്പോഴും മറച്ചു വെക്കുന്നുണ്ട്. സൗദയ്ക്ക് ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എല്ലാം ക്ലിയർ ആവും, എല്ലാം അവൾ പറയും. പക്ഷേ നിങ്ങളതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ അതിനു വേണ്ടി എത്രയോ ഡോസുള്ള മെഡിസിൻസ് കൊടുത്ത് ആകെ അവൾ തൂഫാനാക്കിയ അവസ്ഥയായി. കുഞ്ഞിക്കതിയ, ഇതൊക്കെ ശരിക്കും കൊലപാതകത്തിൻ്റെ കേസാണ്. ഇതൊക്കെ കൊല്ലാന്ന്, മനുഷ്യനെ ഒരു ഇരുട്ടറയിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ സത്യം പറഞ്ഞില്ലെങ്കിൽ കോടതി തീരുമാനിച്ചോളും ബാക്കിയല്ല. എന്താ കുഞ്ഞിക്കതിയ പൊട്ടിക്കരഞ്ഞു. സാറേ എനിക്കൊന്നും അറിയില്ല, ഹസീനയ്ക്കൊക്കെ അറിയുള്ളൂ, ഓൾക്കെല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല സാറേ. കുഞ്ഞിക്കതിയ അവിടുന്ന് അത് ഓരിയിട്ട് കരഞ്ഞു തുടങ്ങി. അതെ, സൈലൻറ്റ് പ്ലീസ്, ഇത് പോലീസ് സ്റ്റേഷനാണ്. വെറുതെ മൂങ്ങിയിട്ട് കാര്യമില്ല. ഒരുപാട് തെറ്റൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണം. ശരിക്കും അതാ നജീബ് സാറ് അവരോട് അല്പം ഗൗരവത്തോടു കൂടിയാണ് അത് സംസാരിച്ചത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും ഇനി? ഹസീനയെ കിട്ടുമോ? ഹസീനയുടെ ജീവിതം ഇനി എന്തായി തീരും? കുഞ്ഞിക്കതിയെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ കുഞ്ഞിക്കതിയ ആ ഒരു സത്യം പറയുമോ? സൗദിയുടെ ഫോൺ, അതാണ് അവർ മറച്ചു വെക്കുന്നത്. ആ ഫോണിലേക്ക്, ആ അക്കൗണ്ടിലേക്ക് വരുന്ന ആ ഒരു ക്യാഷുകൾ, അതാണ് ഉമ്മയുടെയും മകളുടെയും ലക്ഷ്യം. പക്ഷേ അത് പിടിച്ചെടുക്കുവാൻ, അതിനെക്കുറിച്ചറിയുവാൻ നജീബ് സാറിനും ഷഹർബാനും ആകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.